ഞങ്ങളങ്ങനെ പാറയിക്കോയിൽ ആയിരവള്ളിപ്പാറയുടെ മുകളിൽ കയറാൻ ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. കൂടെ രണ്ടുപേരുണ്ട്. നല്ല ഗ്രാമീണതയുള്ള നല്ല പച്ചപ്പുള്ള ഒരു ഗ്രാമം. ഇവിടെ മൊത്തം വെള്ളമാണ്, നടക്കാൻ വയ്യ എന്നാണ് കുക്കുട് പറയണ. ഇതുവഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. വരൂ ഗൈസ്, നമുക്ക് ഇതുവഴി പോകാം. നമ്മുടെ പുലിയൊക്കെ കാണും ഇവിടെ പുലി കാണുമെന്നാണ് ഷിച്ചു പറയണത്. എനിക്കും പേടിയാവുന്നുണ്ട് ചെറുതായിട്ട്. ഇത് ഏത് വഴിയാടേ പോണേ? ഇതുവഴിയാണോ? ഇതുവഴി വേറൊരു വഴി കിടക്കുന്നടേ. കാട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയോ ചീവിടിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു. എന്തായാലും ഒരുപാട് നടക്കാനുണ്ട്. കുക്കുട് ഓടിപ്പോവുക. പയ്യ നടന്ന് ഒരു പരിവുമായിരിക്കും. നിനക്ക് കാല് കഴിക്കുന്നില്ല ഇവിടെ? കുക്കുടു രണ്ടുപേര് നടന്ന് ക്ഷീണിതരായി ഇവിടെ ഇരിപ്പുണ്ട്. കുക്കുടുവിന് ക്ഷീണം വന്നില്ല എന്നാണ് കുക്കുട് പറയണ. എന്താ കുക്കുടുവിന് എന്താ പറയണ്ടേ? കുക്കുട് എന്താ പറയാനുള്ളേ? കുക്കുട് തളർന്നോ? കുക്കുട് ക്ഷീണിച്ചില്ല. നല്ല മലയെന്നൊക്കെ പറഞ്ഞിട്ട് കുക്കുട് കയറി പോവുക. സൂക്ഷിച്ചു പോണേ, പതുക്കെ പോ. ഞാൻ ഇതുവരെയ്ക്കും ഇങ്ങനൊരു മല കയറിയിട്ടില്ല. പിള്ളേര് അങ്ങെത്തി ക്ഷേത്രത്തിന്റെ കൊടിമരം കണ്ട് ശിവപാർവതി ക്ഷേത്രമാണ്. നമ്മളെ പാർത്തോണം അമ്പലം കാണാനാണ് പിള്ളേര് പറയുന്നത്. എവിടെയാടാ നമ്മുടെ വീട്? നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോ ഈ മല നന്നായിട്ട് കാണാം. ചെറിയൊരു കുളമാണ് കേട്ടോ ഇത്. പാദം കൂട്ടുണ്ട്, ആരുടെ പാദം കൂട്ടുണ്ട്. ഇത് എന്താന്ന് ഇവിടെ ആരും കൂടെ ചോദിച്ചാലേ അറിയാം. അടിപൊളിയല്ലേ? ഇത് നമ്മളെ വീട്ടിന്റെ അവിടുത്തെ ടവർ എന്നാണ് ഇവൻ ഇരുന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഗായ്സ്. എന്തായാലും ഇവിടെ പൊളിയാണ്, അടിപൊളിയാണ്, കിടുവാണ്, ഒരു രക്ഷയില്ല. മുകളില് ഒരു മുരുകന്റെ ക്ഷേത്രം ഉണ്ടെന്നാ പറയണേ. ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ ശിവപാർവതി ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം നമ്മളിപ്പം മുരുകന്റെ അടുത്തേക്ക് പോവാണ്. എന്തുവാടേ എവിടെയാണ് ക്ഷേത്രം? കുക്കുട് കിടക്ക് നോക്ക്, തളർന്ന് കിടക്കുകയാണ് ഗൈസ്. വാ, ഇനി നമുക്ക് കയറാണ്ട്. വാ, മുരുകനെ കണ്ടെത്താനുള്ള വഴിയാണ് നമ്മൾ പോണത്. ഇവിടെ മുരുകന്റെ ക്ഷേത്രം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞതാ. നമ്മള് ഒരുപാട് ദൂരം താണ്ടി പോവുകയാണ് ഗായ്സ്. ഏത് വഴിയാണ് വഴിയെന്ന് പോലും അറിയാൻ വയ്യ ഗായ്സ്. സൂക്ഷിച്ച് പോണേ. അതുവഴി ഉറപ്പേനല്ലേ? ആകാശത്ത് വരെയോ? ചെരുപ്പെടുക്കാതെ വന്നത് വളരെ വളരെ അവസ്ഥയായി പോയി ഗായ്സ്. പിന്നെ ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല, അത് വേറെ സ്ഥിതിയാ. അയ്യോ, കുഞ്ഞിലെ
ഈ മല ഞാൻ കാണുന്നതാ വീട്ടിൽ നിൽക്കുമ്പോഴേ. അന്നേയുള്ള ആഗ്രഹം ഇത് എവിടെയായത്, പക്ഷേ തൊട്ടടുത്തുള്ളതാണ്. ഇപ്പോഴാണ് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായത്. കൃഷ്ണ കൃഷ്ണ. കണ്ടു ഗൈസ്, മുരുകൻ്റെ വേല് കണ്ടു, ഞാനേ കണ്ടുള്ളൂ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് ഈ ഫോണിലൊന്നും അറിയാൻ പറ്റുന്നില്ല. അടിപൊളി കാറ്റ്. മുരുകാ വെട്ടുവേല മുരുകനുക്ക്. ഇവിടെ താണ്ടൊരു ഓം. ഹരേ കൃഷ്ണ, ജയ് ജയ് ശ്രീ രാധേ രാധേ. മുരുകൻ്റെ ക്ഷേത്രമല്ല, മുരുകൻ്റെ ഒരു വേലാണ്. ഇതിൽ നിൽക്കുമ്പോൾ ഈ പാറ പൊട്ടിച്ച ഇത്രയും ഭാഗമാണ് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ വീട് അങ്ങ് ദൂരെ എവിടെയാണ്, പക്ഷെ വീടിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നമ്മളെ കുഞ്ഞുകൃഷ്ണൻ്റെ രാധ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അസ്തമയം കാണാൻ പോവുകയാണ്. നമ്മളിവിടെ വന്നിട്ട് പോയെന്നുള്ളതിനൊരു തെളിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പേരെഴുതുകയാണ്. മനിജ, മഹി, നമ്പർ എഴുതാൻ പറയുന്നത് ഗൈസ്. നമ്മൾ മാത്രമല്ല ഗൈസ്, ഇവിടെ ഒരു അമൽ വന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആരൊക്കെയോ ഇവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ആ അതാ ഇവിടെയൊക്കെ ഏതൊക്കെയോ പേരുകളുണ്ട്. ഒരുപാട് എഴുതി എന്തൊക്കെയോ ഇവിടെ. അതിനിടയിൽ നമ്മൾ ആ 3 പേരെ ആര് കാണാനാ ഗൈസ്. എന്തായാലും നമ്മുടെ കുഞ്ഞുകൃഷ്ണൻ രാധയും അവിടെ ഇരിപ്പുണ്ട്. ആഹാ, എന്നാ സൂക്ഷിച്ച പോണേ. ഫോട്ടോ എടുക്കൂലേ? ഫോട്ടോ എടുക്കട്ടെ. ഒരുപാട് കാണാനുണ്ട്, പക്ഷേ നമ്മൾ കണ്ടു തീരുമ്പോഴത്തേനും നേരം ഇരുട്ടും എന്നാണ് തോന്നുന്നത്. അടിപൊളിയാണ് ഇവിടെ. നമ്മുടെ വീടിനടുത്ത് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ? അടിപൊളി, ഒരു രക്ഷയില്ല. അതുകൊണ്ടിടെ വേറൊരു പാറ ഉണ്ടോ? അതല്ല കോമഡി, ഇതിനിടയ്ക്ക് നമ്മുടെ വീട് അവിടെ പോയി കണ്ടുപിടിക്കൂടെ? എൻ്റെ ദൈവമേ, അതാ നമുക്ക് നമുക്ക് ഈ കാട്ടിക്കൂടെ അങ്ങുള്ള മലയിൽ പോകാൻ പറ്റും. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ വീടിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചതേ ഇല്ല. ഭംഗി ഇവിടെ ഫുള്ള് കാണാം. നമ്മുടെ ഈ ലോകം മൊത്തം കാണാം. പിള്ളേര് പറയാ ലോകം മൊത്തം കാണാം. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഉരുളൻ കല്ലുകളാണ് ഇവിടെ. ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഉരുണ്ട് താഴോട്ട് പോകും. താഴോട്ട് പോയാൽ പിന്നെ അറിയാമല്ലോ, അങ്ങ് അവിടെ പോയാൽ നിൽക്കും.